നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു വാർത്ത നേരത്തെ കൊടുത്തിരുന്നു. കോട്ടയത്ത് നിന്ന് ഒരു തട്ടിപ്പ് നടത്തിയ പാസ്റ്ററെക്കുറിച്ചുള്ള വാർത്ത. ആ പാസ്റ്റർ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് സെപ്റ്റംബർ 9 ഇന്നലെ ഏർലി മോർണിംഗ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ ആസാദിക്ക് തടസ്സങ്ങൾ ഒന്നുമില്ല. ഹരിപ്രസാദ് TP 45 വയസ്സ്, സൺ ഓഫ് പത്മനാഭൻ നമ്പൂതിരി, ഈ വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോട്ടയം നാട്ടകത്തിനടുത്ത് PMI ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയും അതിൻ്റെ പിന്നിലൂടെ അതുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ ഇയാൾ നടത്തുകയും ചെയ്തെന്ന വാർത്തയാണ് നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നത്. ഇനി ആരും തട്ടിപ്പിന് വിധേയരാകരുത് എന്ന ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ അതിനുശേഷവും ഈ വ്യക്തി മറ്റ് പലരെയും തട്ടിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ, അവയർനെസ് കൊടുക്കുമ്പോഴും ആളുകൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞാൻ പുതുപ്പള്ളി ടുഡേ ലൈവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു വാർത്ത നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മറ്റ് പല മാധ്യമങ്ങളും ഓൾറെഡി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ വിവരമറിഞ്ഞു. എന്നാൽ ഈ അറസ്റ്റിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, വാർത്ത എത്രയും സത്യസന്ധമാണ് എന്നതൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആളിനെ കൈവലമൊക്കെ വെച്ച് നിർത്തിയിരിക്കുന്നൊരു ഫോട്ടോ ഇന്നലെ തന്നെ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ, പ്രത്യേകിച്ചും ഏത് വ്യക്തിയാണോ നേരത്തെ തന്നെ നമുക്ക് വിവരം തന്നത്, അദ്ദേഹത്തിൻ്റെ തന്നെ കേസിൻ്റെ ഒരു FIRലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. മണർകാട് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു ആൾ അറസ്റ്റിലായി എന്ന് തെളിയിക്കുവാൻ. എന്നാൽ ഞാൻ മറ്റു റെക്കോർഡിങ്ങിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ആ ഫോട്ടോ രാത്രിയിലാണ് കണ്ടത്. വിവരങ്ങൾ അന്വേഷിച്ച് കൃത്യത വരുത്തിയ ശേഷം വേണമല്ലോ പ്രേക്ഷകരുമായിട്ട് വാർത്ത പങ്കുവെക്കുവാൻ. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, പല ക്രിസ്തീയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലുമൊക്കെ ഈ വാർത്ത വന്നിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ പാസ്റ്റർ ഹരിപ്രസാദ് TP എന്നയാളെയാണ് മണ്ണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 മുതൽ ഇയാൾ മുളങ്കഴ കേന്ദ്രമായി PMI പെൻറ്റിക്കോസ്റ്റ് മിഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഇയാൾ വിവിധ ആളുകളിൽ നിന്ന് പണവും സ്വർണ്ണ ഉരുപ്പിടികളും തട്ടിയെടുത്തത്. കോട്ടയം കുടുംബനാടം സ്വദേശിയായ ഒരു യുവതിയുമായി ഇയാൾ കഴിഞ്ഞ 8 മാസക്കാലമായി തമിഴ്നാട്, ബാംഗ്ലൂർ, കേരളത്തിലെ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. കൊല്ലം ജില്ലയിലെ കപ്പലണ്ടി മുക്കിലെ ഒരു ഫ്ലാറ്റിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഇന്ന് വെളുപ്പിനെ, അതായത് 9/10/25 ഇയാളെ മണ്ണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണർകാട് സ്വദേശിനിയായ പരാതിക്കാരിയിൽ നിന്നും 45 ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തതിന് മണ്ണർകാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കാഞ്ഞിരപ്പള്ളി DYSP സാജു വർഗീസിൻ്റെ നിർദ്ദേശാനുസരണം മണ്ണർകാട് SHO അനിൽ ജോർജ്, SI ജസ്റ്റിൻ S മണ്ഡപം, AICമാരായ രഞ്ജിത്ത് G രാധാകൃഷ്ണൻ, KN രഞ്ജിത്ത് S എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളതാണ്. കുമരകം പോലീസ് സ്റ്റേഷനിലും സമാനമായ കാര്യത്തിന് ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിങ്ങവനം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലും സമാന സ്വഭാവമുള്ള പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഒരേ സ്ഥലത്ത് താമസിക്കാതെ വിവിധ ഇടങ്ങളിലായി മാറി മാറി വാടകയ്ക്കും മറ്റുമായി താമസിക്കുന്നതാണ് ഇയാളുടെ രീതി. അതുകൊണ്ട് തന്നെ പാസ്റ്റർ നമ്പൂതിരി എന്നറിയപ്പെടുന്ന ഇയാളെ കണ്ടെത്തുക പോലീസിൻ്റെ ശ്രമകരമായ പണിയായിരുന്നു. വിശദമായ അന്വേഷണങ്ങൾക്കും തെളിവെടുപ്പുകൾക്കുമായി പ്രതിയെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇതാണ് പുതുപ്പള്ളി ന്യൂസിൽ വന്നിരിക്കുന്ന വാർത്ത. ഹരിപ്രസാദിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയ പാസ്റ്റർ എന്ന പേരിൽ ആ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വലിയ നമുക്ക് സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെ പാസ്റ്റർ എന്ന ലേബലിൽ വേഷം കെട്ടി വരുന്ന ആളുകൾ നടത്തുന്ന തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു പേരുദോഷം വരുത്തുന്നു. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുക, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇവരാരും പാസ്റ്റർമാരല്ല. പാസ്റ്റർമാരായ ആർക്കും ഇങ്ങനെ തട്ടിപ്പിക്കുവാൻ കഴിയില്ല. ഇവരൊക്കെ വേഷം കെട്ടി വരികയാണ്. പാസ്റ്റർ എന്ന ലേബലിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളത് കൊണ്ട്, ആളുകളുടെ വിശ്വാസം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ഇവരെ ഒക്കെ ഇങ്ങനെ പേര് മാറി വേഷം മാറി വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ 45 ലക്ഷം രൂപ കൊടുത്ത് തട്ടിപ്പിനിരയായ വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്ര രൂപ കൊടുത്തത്? അവർ പറഞ്ഞു, പാസ്റ്റർ എന്ന പേരിൽ ഉള്ള ഒരു വിശ്വാസം കൊണ്ടാണ് കൊടുത്തത്, ഒരു പാസ്റ്റർ അല്ലേ എന്നൊരു വിശ്വാസം കൊണ്ടാണ് കൊടുത്തത്. ഇവിടെയാണ് ആളുകൾക്ക് അബദ്ധം പറ്റുന്നത്. ചാലക്കുടിയിലും ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. വളരെ ബൃഹത്തായ ഒരു തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമായിരിക്കാം ഈ വ്യക്തിയെന്ന്
നമുക്ക് ഒക്കെ സംശയം തോന്നത്തക്കണമുള്ള രീതിയിലാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്നാണ് ഈ ഇപ്പോൾ കിട്ടുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. എന്താണെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ തട്ടിപ്പ് നടത്തിയ സമയം മുതൽ തന്നെ ഒത്തിരി FIR ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം ഇപ്പോഴാണ് അത് അറസ്റ്റിൽ കലാശിച്ചത്. ഇത്രയും നാളും ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് ഒരിടത്തെ തട്ടിപ്പ് കഴിയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലൊക്കെ ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൈരളി TV പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത. കോട്ടയത്ത് നിന്ന് തന്നെ മുണ്ടക്കയത്ത് ഇതേ സമാനമാകുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, ഒരു മോഡസ് ഓപ്പറാൻഡി ഇതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറവിൽ കോടികൾ തട്ടി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൈരളി TV കൂടെ കണ്ടു. ആ വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ആ വാർത്ത? കാരണം കോട്ടയം മുണ്ടക്കയത്താണ് ആ സംഭവത്തെക്കുറിച്ച് കൈരളി TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സ്ത്രീയും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറവിൽ, പ്രാർത്ഥനയുടെ മറവിൽ കോടികൾ തട്ടി എന്ന വാർത്തയാണ് നമുക്ക് ആ TV യിലൂടെ കാണുവാനിടയായി തീർന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈ വ്യക്തിയുടെ തന്നെ ബന്ധമുള്ള വാർത്തയാണോ എന്ന് സംശയം തോന്നി. ആകാം, അല്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് ഓർപ്പിക്കുകയാണ്, തട്ടിപ്പുകളുടെയൊക്കെ ഏകദേശ രൂപഘടന ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, അതായത് ഈ ട്രസ്റ്റുകൾ വഴി പിന്നെ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ച് കിട്ടിയിരിക്കുന്നു, വിദേശത്തുനിന്ന് എനിക്ക് പണം വരുന്നു, പക്ഷേ ആ പണം ക്ലിയർ ചെയ്യാൻ അല്പം കാലതാമസമുണ്ട്, എന്നെ ഒന്ന് സഹായിച്ചാൽ ഇരട്ടി പണം തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ സമീപിക്കുമ്പോൾ നിങ്ങൾ പോയി തട്ടിപ്പിൽ വീഴാതിരിക്കുക. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പുകളാണ്. ചാരിറ്റി ട്രസ്റ്റുകളുടെ പേരിൽ ചാരിറ്റി ട്രസ്റ്റിനെ സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന തട്ടിപ്പുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വ്യക്തിയുടെ പേരൊന്നും പറഞ്ഞില്ല, കാരണം ആസാദിയുടെ ഒരു പോളിസിയാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒരു FIR ഒക്കെ ഇട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു കേസാകുമ്പോഴൊക്കെ പേര് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം കൈരളി TV ആ ഒരു വാർത്തയിലും അവരെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരുടെ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അതൊരു പ്രിക്കോഷനാണ്, അതൊരു മാധ്യമ രീതിയാണ്. നമ്മുടെ ആസാദിക്ക് ആ ഒരു മാധ്യമ സ്റ്റാൻഡേർഡ് ഉണ്ടാകണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു. അത് ഒരു നല്ല വാർത്തയായിട്ട്, അതായത് ആ വ്യക്തി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇത്തരം തട്ടിപ്പുകളിൽ ആരും പോയി കുടുങ്ങരുത്. തട്ടിപ്പുകാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ പാസ്റ്ററുടെ വേഷത്തിലും അച്ഛൻ്റെ വേഷത്തിലും സന്യാസിയുടെ വേഷത്തിലും ഒക്കെ വരും, വേഷം മാറി വരും. കാരണം തട്ടിപ്പുകാർ ഒരിക്കലും അവരുടെ എക്സാക്റ്റ് ഐഡൻറ്റിറ്റി ഞാൻ തട്ടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.